ഒരു ജീവിതത്തിൽ നമ്മൾ പല രൂപത്തിലുള്ള വിഷമങ്ങളിലും പ്രയാസങ്ങളിലും അകപ്പെടാറുണ്ട്. നമ്മൾ ഏത് രൂപത്തിലുള്ള വിഷമങ്ങളിൽ അകപ്പെട്ട് കഴിഞ്ഞാലും അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നമ്മൾ പല മാർഗങ്ങളും സ്വീകരിക്കാറുണ്ട്. എന്നാൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രബോധന രംഗത്തേക്ക് വരുന്നതിന്റെ മുമ്പ് തന്നെ, അവിടുത്തെ ജീവിതം തുടങ്ങുന്നതിന്റെ മുമ്പ് തന്നെ, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം മുതൽ തന്നെ പതിവാക്കി വന്നിരുന്ന ഒരു ദുആയുണ്ട്, ഒരു ദിക്റുണ്ട്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. വളരെ ഇഖ്ലാസോടുകൂടെ, നല്ല നിയ്യത്തോടുകൂടെ നമ്മുടെ ഖൽബിന്റെ എല്ലാ വിഷമങ്ങളും തീരണം, നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കണം എന്ന നിയ്യത്തോടുകൂടെ ഈ ദിക്റിനെ നമ്മൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് തവണ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ, നമ്മൾ ദുനിയാവിൽ അനുഭവിക്കുന്ന ഏത് രൂപത്തിലുള്ള വിഷമങ്ങളാണെങ്കിലും, കുടുംബ സംബന്ധമായ പ്രയാസങ്ങളാണെങ്കിലും, ബുദ്ധിമുട്ടുകളാണെങ്കിലും, എല്ലാ വിഷമങ്ങൾക്കും ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് നമുക്ക് പരിഹാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സകലമാന വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ. നമ്മൾ ഒരുപാട് പുതിയ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് മുൻഗാമികളായ ആരിഫീങ്ങൾ, ആലിമീങ്ങൾ, ആബിദീങ്ങൾ, അമ്പിയാക്കൾ ചെയ്തു വന്ന, അവർ ചൊല്ലി വന്ന ദിക്റാണ്. ഇൻഷാ അല്ലാഹ് പതിവാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ കണ്ണേറുകൊണ്ട് ജീവിതത്തിൽ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്നവർ, ഇൻഷാ അല്ലാഹ് ഈ ഇസ്മിനെ നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ചു വെക്കുക. എല്ലാ വിഷമങ്ങളും, ഇടങ്ങേറുകളും, കണ്ണേറുകൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങളും അല്ലാഹു ബാത്തിലാക്കി തരും. ഒരുപാട് ആളുകൾ മജ്ലിസിൽ നിന്ന് സ്വീകരിച്ചു. അതുപോലെ തന്നെ ഷോപ്പുകളിൽ കച്ചവടം നടക്കാതെ വരുമ്പോ, ബിസിനസ്സുകളിൽ പുരോഗതി ലഭിക്കാതെ വരുമ്പോ ഇൻഷാ അല്ലാഹ് അവിടെ സൂക്ഷിക്കേണ്ട, ഷോപ്പുകളിൽ സൂക്ഷിക്കേണ്ട ഇസ്മുകളും നമ്മുടെ മജ്ലിസിലുണ്ട്. ആവശ്യക്കാർക്ക് ഇൻഷാ അല്ലാഹ് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കണ്ണേറ് കൊണ്ടുണ്ടാകുന്ന എല്ലാ വിഷമങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരും. അല്ലാഹു നമ്മുടെ എല്ലാ അമലുകളും സ്വീകാര്യമുള്ള അമലുകളാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.